അയ്യോ എന്തത്? പീറ്റർ സാറിനോട് ആരാത് ചെയ്ത്? സാറേ, ലോറൻസ് സാറേ, സാറേ, പീറ്റർ സാറേ, വല്ല അപകടം പറ്റിയോ? എന്തൊന്നും ഉണ്ടാക്ക് പറ സാറേ, എന്തു പറ്റി? പീറ്റർ, എന്താ സംഭവിച്ചത്? എയർപോർട്ടിൽ പോകുന്ന വഴി മാഹിം ക്രീക്ക് കഴിഞ്ഞപ്പോ ചിലർ കാറിൽ വന്ന് ഞങ്ങളെ വളഞ്ഞു. എന്നെ അടിച്ച് അവശനാക്കിയിട്ട് ജോണിയെയും കൊണ്ട് അവര് പോയി. ആരാണ് അവര്? അറിയില്ല സാർ, ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല. അവര് വല്ലതും പറഞ്ഞോ? വല്ലതും ചോദിച്ചോ? വല്ല ഭീഷണി മുഴക്കിയോ? ഇല്ല. അച്യുതാ, തൽക്കാലം മേരെ ഇതൊന്നും അറിയണ്ട. ചന്തു, ടേക്ക് ഹിം ടു ഹോസ്പിറ്റൽ. സർ. தம்பி, உங்க அப்பா லாரன்ஸ் மனசுல என்னதாண்டா நினைச்சிட்டு இருக்கா? அவன் நினைக்கிறப்பெல்லாம் வாலாட்டுறதுக்கு இந்த காளியப்ப செட்டியாருன்னு அவன் வீட்டு பட்டியா? எழுந்திருப்பா தம்பி. நீ குட்டியா இருந்தப்போ இந்த தோல்ல எத்தனை நாள் தூங்கி இருக்க உனக்கு ஞாபகம் இருக்கா? அன்னைக்கு நானும் உங்க அப்பனும் பார்ட்னர்ஸ். இப்ப நான் வேற, அவன் வேற. எனக்கும் அவனுக்கும் உள்ளுக்குள்ள பகை இருக்குங்கிறது என்னமோ உண்மைதான். அதுக்காக உன் குழந்தைய கடத்திக்கிட்டு வந்து நான் பிளாக்மெயில் செய்வேன் நினைச்சானா உங்க அப்பா ராஸ்கல்? தம்பி, உன் குழந்தை வயசுல எனக்கு 4 பேர குழந்தைங்க இருக்காங்க. நான் உன் குழந்தைய திருப்பி கொடுக்கலன்னா எனக்கு ஏகப்பட்ட நஷ்டத்தை கொடுப்பானா உங்க அப்பா? போன்ல கத்துறான். உன்னை இங்க வச்சுக்கிட்டு அவனுக்கு பதில் கொடுக்கறதுக்கு எனக்கும் தெரியும். ஆனா அந்த அளவுக்கு செட்டியாருன்னு சீப்பாவலப்பா. இப்ப நான் உன்னை விடுதலை பண்றேன். போய் உங்க அப்பனுக்கு நல்ல புத்திமதி சொல்லு. அப்பதான் இந்த செட்டியார் யாருன்னு அவனுக்கு புரியும். டேய் சிகாமணி, தம்பியை கூட்டு போயே அவங்க அப்பங்கிட்ட பத்திரமா ஒப்படைச்சிரு. நெல்லு. ஒரு சிப்பாய் கூப்பிட்டு நான் எந்த இடத்துக்கும் போனது கிடையாது. அதனாலதான் மீட்டிங் வரலன்னு உங்க அப்பங்கிட்ட போய் சொல்லு. ബാസ്റ്റേഴ്സ്, എന്റെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ധൈര്യം ആ ചെട്ടിയാർക്കുണ്ടായോ? എല്ലാം അവന്റെ അഭിനയമാണ്. ജോണിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയത് അവനല്ല എന്ന് വരുത്തി തീർക്കാനുള്ള നാടകം. അവന്റെ കണക്ക് തീർക്കാൻ ഈ ലോറൻസ് മാത്രം മതി. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. വണ്ടിയെടുക്കാൻ പറ. എങ്ങോട്ടാണ്? പകരം വീട്ടാനാണോ? പകരം വീട്ടാൻ ചെട്ടിയാർ എന്ത് തെറ്റ് ചെയ്തു? ഡാരിയല്ലേ അയാളെ തീർത്തും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. അയാൾക്ക് എന്നെ എന്ത് വേണേ ചെയ്യാമായിരുന്നു. മാന്യനായതുകൊണ്ട് അയാളൊന്നും ചെയ്തില്ല. ഡാരി, എന്റെ കുഞ്ഞ് അയാളുടെ പക്കലില്ല, എനിക്കത് ഉറപ്പാണ്. കള്ളം, പച്ചക്കള്ളം. അയാൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. എന്ന് ആര് പറഞ്ഞു? അയാളല്ല അത് ചെയ്തതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഡാരിയോടുള്ള വൈരാഗ്യം തീർക്കാനാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ അയാൾക്ക് അത് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? എന്തിനു വിളിക്കണം? നീയല്ലേടാ പറഞ്ഞത് ചെട്ടിയാരാണ് ഇതിന് പുറകിലെന്ന്? അത് പിന്നെ ചെട്ടിയാർക്ക് നമ്മളോട് വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അയാളെ സംശയിച്ചു. മീറ്റിങ്ങിന് അയാൾ വരാതായപ്പോ ഞാൻ ഉറപ്പിച്ചു. എന്നിട്ട് ജോണി പറയുന്നത് കേട്ടില്ലേ? അതിന് നിനക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട. 24 മണിക്കൂർ സമയം ഞാൻ തരാം. അതിനുള്ളിൽ എന്റെ കൊച്ചുമകൻ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. ഇല്ലെങ്കിൽ ലോറൻസിന്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും. സാർ, ടൗണിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഉദ്ദേശം ഒരാഴ്ചക്ക് മുമ്പ് ബ്രേക്ക് ഡൗൺ ആയി കിടന്നിരുന്ന ഒരു കാറ് റിപ്പയറിന് കയറ്റിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് എത്താമെന്ന് പറഞ്ഞിട്ട് പോയ ഉടമസ്ഥൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓഹോ, എന്ത് കാറാണ്? കാണാതായ കുട്ടിയുടെ അമ്മ പറഞ്ഞ അതേ കാറാണെന്ന് തോന്നുന്നു സാർ. ഒരു മെറ്റാലിക് ബ്ലൂ ഫോർഡ് കാറാണ്. എവിടെയാണ് വർക്ക്ഷോപ്പ്?
ഇതിന്റെ ഉടമസ്ഥൻ വന്നില്ലേ? വന്നില്ല സാർ. ആർ സി ബുക്ക് എവിടെ? അതവർ കൊണ്ടുപോയി. അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേർ. അവരെ കണ്ട തിരിച്ചറിയോ? എന്താടോ വായിൽ നാക്കില്ലേ? അവര് വന്നപ്പോ അവരുടെ കൂടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇല്ല സാർ. ഇയാളുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചോ? യെസ് സാർ. അവരെപ്പോ വന്നാലും ആ നിമിഷം ഞങ്ങൾ വിവരം അറിയിക്കണം. എന്താണെന്ന് കിണങ്ങുന്നത്? വായു തുറന്ന് സംസാരിച്ചു. അറിയിക്കാം സാർ. ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് ആൻഡ് ബാർ. ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ചെക്ക് ചെയ്തു? ഉവ്വ് സാർ, അത് കള്ള നമ്പറാണ്. എഞ്ചിൻ നമ്പറോ? അത് മുഴുവൻ തേച്ചു മാച്ച് കളഞ്ഞിരിക്കുകയാണ്. ആ വണ്ടിയുടെ ഡിസ്ക്രിപ്ഷൻ വെച്ച് എല്ലാ ആർ ടി ഓഫീസിലേക്ക് മെസ്സേജ് കൊടുക്കണം. അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഏർപ്പാട് ചെയ്യാം സാർ. ആട്ടെ, ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് എവിടെയാ? എനിക്കറിയില്ല സാർ. അതും കണ്ടുപിടിക്കണം. ശരി സാർ. ജോണി എവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞ്? GK എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സിലാണ്. അതെവിടെയാ? വെല്ലിംഗ്ടൺ ഐലൻഡിൽ. ജോണി സാർ 2-3 ദിവസം മുമ്പ് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. എവിടെന്ന്? സ്ഥലം പറഞ്ഞില്ല. STD ആയിരുന്നു. ഉടനെ ഓഫീസ് വരെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വരാമെന്നും പറഞ്ഞതാ. പിന്നെ വിളിച്ചില്ലേ? ഇല്ല സാർ. ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് ആൻഡ് ബാർ എവിടെയാ? അറിയില്ല സാർ. ശരി. പിന്നെ ജോണി എവിടെന്നെങ്കിലും വിളിച്ചാലോ ഇവിടെ വന്നാലോ ഞാൻ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചെന്ന് പറയണം. മറക്കരുത്. ശരി സാർ. അച്യുതാ, ഓ, എങ്ങനെയുണ്ട് എന്റെ മരുമകള്? നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. നമ്മുടെ ജോണി കുഞ്ഞിന് അസലായിട്ട് ചേരും. പക്ഷേ പെരുമാറ്റം കണ്ടിട്ട് അവർക്ക് നമ്മളെ ആരും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവരെന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചാൽ തന്നെ നീ അതൊന്നും കണ്ടതായിട്ട് ഭാവിക്കണ്ട. അയ്യോ, ഞാനങ്ങനെ ഭാവിക്കോ? ഓ, കുഞ്ഞിനെ കിട്ടിയ അവര് തിരിച്ചു പോകുമോ സാർ? നമ്മളെ അവർക്ക് ഇഷ്ടമായില്ല എന്നല്ലേ നീ പറഞ്ഞത്? ഞാനിവിടെ ജോലിക്ക് വരുമ്പോ ജോണി കുഞ്ഞിന് 8 വയസ്സാ. നാളെ മേരിടാണ്ട, രാവിലെ പള്ളിയിൽ പോണം. വരൂ മോളെ. ചെട്ടിയാരല്ല കുറ്റവാളി എന്ന് ബോധ്യമായി. കൂടാതെ മുൻപ് പറഞ്ഞ് 24 മണിക്കൂറും കഴിഞ്ഞു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതുവരെ. മോള് സമാധാനമായിട്ടിരിക്കുക. ഇനി ഞങ്ങൾ എത്ര ദിവസം കാക്കണം? കൊല്ലും കൊലയൊക്കെ നിങ്ങൾക്ക് തമാശയായിരിക്കും. എന്റെ മോന്റെ ജീവനാ ത്രാസിൽ തൂങ്ങുന്നത്. നിന്റെ മോനെന്ന് പറഞ്ഞ അവൻ എന്റെ ആരാ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ദുർവിധി ഉണ്ടായത്. മോളെ, കേണപേക്ഷിക്കുകയാണ്. ദയവായി ഞങ്ങളെ വിട്ടയക്കണം. എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ ഞങ്ങൾ മറ്റു മാർഗങ്ങൾ നോക്കിക്കൊള്ളാം. ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, ഈ കാര്യത്തിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തിനാ മോളെ ഇത്രയും ശബ്ദം? ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എന്റെ കൊച്ചുമോനെ കണ്ടുപിടിക്കേണ്ട ബാധ്യത എനിക്കാണ്. ഞാനത് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. പ്ലീസ് ലീവ് എവറിത്തിങ് ടു മീ. നിങ്ങൾക്ക് പ്ലീസ്. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് കൊച്ചിക്ക് പോകണം. ഞാനിപ്പോ കൈമൾ സാറിനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് അവിടം വരെ ചെല്ലണമെന്ന് സാറിന് നിർബന്ധം. ഒരു ദിവസം മതി, മറ്റന്നാൾ ഞാൻ തിരിച്ചെത്താം. ഇന്നെന്റെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം.
ഇപ്പൊ തന്നെ അധികമായി സർ. അച്ചു, ഡാ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. വൈ? എന്റെ അമ്മച്ചി മരിച്ച ഈ ദിവസം തന്നെയാണ് ഡാഡിയുടെ പിറന്നാളെന്നത് ഞാൻ മറന്നിട്ടില്ല. താങ്ക് യു മൈ സൺ, താങ്ക് യു. ചന്തു, സർ, ഇത് കണ്ടോടാ, എന്റെ മകൻ ജോണിക്കുട്ടി എനിക്ക് കൊണ്ടുവന്നതാ. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് അവൻ മറന്നിട്ടില്ല. ഡാഡിയോട് മോക്ക് ദേഷ്യം ഉണ്ടാവും അല്ലേ? എനിക്കറിയാം, ഞാൻ കാരണം നിന്റെ മോനെ ആരോ തട്ടിക്കൊണ്ടുപോയി. പാവ ഈ ഡാഡി ശത്രുക്കളെ അന്വേഷിച്ച് രാപകലും നെട്ടോട്ടുമാണ് മോളെ. ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എല്ലാം എന്റെ മോനും മോക്കും വേണ്ടിയാ. സോറി, എന്റെ കൊച്ചുമോന് വേണ്ടിയാ. എടാ ചന്തു, ഈ നസറാണിക്കൊരു ദുശീലമുണ്ട്. സന്തോഷം വന്നാലും കുടിക്കും, സങ്കടം വന്നാലും കുടിക്കും. എനിക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാണോ സങ്കടത്തിന്റെ ദിവസമാണോ? കഴിഞ്ഞ 17 വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ നിന്നെ ഒന്ന് കാണാൻ, ഡാഡി എന്നുള്ള വിളി കേൾക്കാൻ. ഡാഡിക്ക് സന്തോഷമായി മോനെ. എന്റെ മോൻ ഡാഡിയെ മറന്നില്ലല്ലോ. സർ, നേരെ ഒരുപാടായി, നമുക്ക് അകത്തേക്ക് പോവാം. എന്റെ മോനെ ഞാൻ ശരിക്കൊന്ന് കാണട്ടാ, കൺകുളൊക്കെ തൃപ്തിയായിട്ട്. ഇനി മുമ്പ് വയ്ക്കൂ. ജോലി പോയല്ലേ? മോർണിംഗ് ഫ്ലൈറ്റിന് പോയി, നാളെ തിരിച്ചു വരും. ഞാൻ എഴുന്നേക്കാൻ അല്പം ലേറ്റായി. ഇന്നലത്തെ ഹാങ് ഓവർ, പിന്നെ ഇന്നലെ അല്പം ഓവറായിപ്പോയി. ആരുതാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ഡാഡിയോട് ക്ഷമിക്കണം. മീര, എനിക്ക് നീയും ജോണിയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതായാലും ഈ അഴുക്കുചാലിൽ നിന്ന് രക്ഷപ്പെട്ടു. എനിക്കതിന് കഴിഞ്ഞില്ല. അപ്പൻ എനിക്ക് നൽകിയ ചെങ്കോലും കിരീടവും തട്ടിത്തെറിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു ബാധ്യത പോലെ അതെന്നെ പിന്തുടരുകയായിരുന്നു. ഇന്നുവരെ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും തട്ടിക്കിഴിക്കുമ്പോ നഷ്ടമാണ് കൂടുതലും. പിന്നെ ഇത്രയും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ പോലും നിങ്ങളെയൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. അതിന്റെ ഒരു റിയാക്ഷനാ മീര ഇന്നലെ കണ്ടത്. ഞാനിതൊക്കെ ഇപ്പൊ മീരയോട് പറയാൻ കാരണമുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും മീരയെ ജോണിയിൽ നിന്ന് അകറ്റാനോ തട്ടിപ്പറിക്കാനോ അല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാ ഡാഡിക്ക് ഇഷ്ടം.